ഇതുവരെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ അംഗമായില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാകൂ. തീർച്ചയായും ലൈക്ക് ആൻഡ് കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു. ഹലോ എവരിവൺ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ഇന്ന് ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. മറ്റൊന്നുമല്ല, ഈ ചാനൽ എന്തിനാണ് ഞാൻ തുടങ്ങിയത്. അതായത് എൻ്റെ ചാനലിൻ്റെ കവറിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, പാഷനെ ഫോളോ ചെയ്യാനാണ്. തീർച്ചയായിട്ടും പാഷനെ ഫോളോ ചെയ്യാനാണ്. എനിക്കൊരു ചാനൽ കൂടിയുണ്ട് ഏകദേശം ഇപ്പോൾ, അതായത് 2021 മെയ്യിൽ ഒരു 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയത്? തീർച്ചയായിട്ടും എൻ്റെ സബ്സ്ക്രൈബർ ഒരു പക്ഷേ ചോദിച്ചേക്കാവുന്ന ചോദ്യമാണ്. ഇതിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസാണ്. അതായത് ട്രാവൽ വീഡിയോസ് എന്ന് വേണ്ട, ലൈഫ് സ്റ്റൈൽ ബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യണമെന്നായിരുന്നു. കാരണം തമ്പാൻ സോൺ എന്ന എൻ്റെ ഫസ്റ്റ് ചാനലിൽ മൈൻഡ് സംബന്ധമായത്, ന്യൂമറോളജി സംബന്ധമായത്, ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഇത് രണ്ടും കൂട്ടി യോജിക്കുമോ എന്ന സംശയം. തീർച്ചയായിട്ടും യോജിക്കില്ല. കാരണം അതുമായിട്ട് അതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് വേറെയാണ് അല്ലേ. അതിന് താല്പര്യമുള്ളവർ ഒരുപക്ഷെ ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ വീഡിയോസ് കാണുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പ്രേക്ഷകരെ ബോറടിപ്പിക്കേണ്ട, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെടുത്തി വരുന്നവർക്ക് ഈ ലോ ഓഫ് അട്രാക്ഷനും ഈ മൈൻഡ് സംബന്ധമായെന്ന് പറഞ്ഞിട്ട് അവരെയും ബോറടിപ്പിക്കേണ്ട എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ രണ്ടാമതൊരു ചാനൽ തുടങ്ങിയത്. ഇതേ ഇങ്ങനെ കയറി വരുന്നുണ്ട് ചാനൽ. തീർച്ചയായിട്ടും എൻ്റെ മനസ്സ് പറയുന്നു, തീർച്ചയായിട്ടും കേരളത്തിലത്തെ തന്നെ ഒരു നല്ല ചാനലായിട്ട് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഇതുപോലെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, നടന്നുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, അതായത് വലിയ ജെർക്കിംഗ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ ഒരു സ്റ്റെബിലൈസേഷനുള്ള ക്യാമറ വേണം അല്ലേ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഓസ്മോ ആക്ഷൻ ക്യാമറയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, നടന്നു കഴിഞ്ഞാലും വലിയ സ്റ്റെബിലൈസേഷൻ, അതായത് ഇങ്ങനെയുള്ള കുലുക്കൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ കിട്ടുമെന്ന്. ഏകദേശം ഇത് വാങ്ങിയിട്ട് 1 മാസത്തോളമായി. ഇതുവരെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റില്ല, മറ്റൊന്നുമല്ല ലോക്ക്ഡൗൺ. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് അങ്ങനെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ, അതായത് ഈ ഓസ്മോ ആക്ഷൻ ക്യാമറയുടെ സ്റ്റെബിലൈസേഷനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. പിന്നെ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്, എന്തുദ്ദേശത്തിലാണ് ഞാൻ ഈ ചാനൽ ആരംഭിച്ചത് എന്ന കാര്യം. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ മറക്കരുത്. പിന്നെ തമ്പാൻ സോൺ, അതിലുള്ള ആൾക്കാരെ ഞാൻ നിർബന്ധിച്ചിട്ട് ഇവിടത്തേക്ക് കൊണ്ടുവരില്ല കേട്ടോ. അതിലത്തെ മൈൻഡ് സെറ്റ് വേറെയാണ്. അതായത് സൈക്കോളജി സംബന്ധമായത്, അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ, ഇതൊക്കെ സംബന്ധിച്ച കാര്യങ്ങളാണ് അതിലൂടെ സംസാരിക്കുന്നത്. അതിനെയും ഇതിനായിട്ട് കൂട്ടിക്കുഴക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ മൈൻഡ് സെറ്റ് പോലെ ഇതിൽ രണ്ടിലും ഇൻട്രസ്റ്റ് ഉള്ള ഒട്ടേറെ പേരുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം, തുടർന്നുള്ള വീഡിയോസ് കാണുകയും ചെയ്യാം. പിന്നെ അതായത് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോയുടെ ആക്ഷൻ ക്യാമറയാണ്. എന്തായാലും ഈ ആക്ഷൻ ക്യാമറ എന്തുകൊണ്ട് വാങ്ങി, ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എന്തുമാത്രമാണ്, ഈ വക കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ക്യാമറ എത്ര വൈഡിൽ നമുക്ക് പിടിക്കാം എന്ന് നമുക്കത് നോക്കാം. ഇത്ര വൈഡ് വരെ നമുക്ക് ഈ വൈഡിലോട്ട് ഒരു റൺ ചെയ്യാം. ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ. അപ്പോൾ ഏറ്റവും വൈഡ് ആംഗിളിലാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച വിധത്തിൽ നമ്മുടെ മൊബൈലിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ ഒരു ലെവലിൽ സാധാരണ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ടാവും. ഇത് വലിയ സെൽഫി സ്റ്റിക്കാണ്. അപ്പോൾ ഈ ഒരു ലെവലിലേ ഉണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതേ ലെവലിൽ ഇതിൻ്റെ ബാക്ക് ക്യാമറ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എൻ്റെ മൊബൈലിൻ്റെ ക്യാമറയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് പിടിച്ചിട്ട് റൺ ചെയ്ത് നോക്കാം. സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് മൊബൈലിലെ അവസ്ഥ കേട്ടോ. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ത് സ്മൂത്ത് ആയിട്ടാണ്. വേണമെങ്കിൽ ഞാൻ അതുകൂടി ഇത് കഴിഞ്ഞ ശേഷം ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ടീബ്രോ സ്പെഷ്യൽ ആണ് കേട്ടോ. വൈഡ് ആംഗിൾ റൺ എപ്പോഴും ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈഡ് ആംഗിളിൽ പിടിച്ചിട്ട് സ്റ്റെബിലൈസേഷൻ ഇല്ലാതെ ഇങ്ങനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല രസമില്ല അല്ലേ? അപ്പോൾ ശരിക്കും ഇതിൻ്റെ ആംഗിളിൽ,
അതായത് ഒരു ക്യാമറയുടെ ശരിക്കും വരുന്ന ഒരു ആംഗിൾ ഇതാണ് അതിൻ്റെ യഥാർത്ഥ ആംഗിൾ. അപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷനെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, റെഡി, 1 2 3. അപ്പോൾ ഇതാണ് അതിൻ്റെ എന്താ പറയുക സ്റ്റെബിലൈസേഷൻ. പിന്നെ ഇതുകൂടാതെ ഇതിന് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എക്സ്ട്രാ സ്ലോ മോഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ക്രമേണ വീഡിയോ ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇത് കണ്ടിട്ടുള്ളവർക്കല്ല കേട്ടോ, അല്ല ഈ ഓസ്മോ ആക്ഷനെ കുറിച്ച് അറിയാത്തവർക്കാണ് ഉപയോഗപ്രദമാകുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, സാധാരണ ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതും ഈ ഓസ്മോയുടെ ആക്ഷൻ ക്യാമറ, ഈ ഓസ്മോ ആക്ഷൻ ക്യാമറ മാത്രമല്ല കേട്ടോ നല്ലത്, ഗോപ്രോയുടെ നല്ലതാണ്. ഞാൻ എന്തുകൊണ്ട് ഗോപ്രോ ഉപേക്ഷിച്ച് ഈ ആക്ഷൻ ക്യാമറ വാങ്ങിയത്? അപ്പോൾ ഇതിനെ പോലെ ഫ്രണ്ട് ഡിസ്പ്ലേ അതിനുമുണ്ട്. പക്ഷെ ഇതിനെക്കാണി ഒന്നുകൂടി കുറച്ച് വളരെ മൈന്യൂട്ടായിട്ട് കേട്ടോ, ഇതിനെക്കാണി കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത്നെസ് കൂടുതലാണ് എന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏത് ഗോപ്രോ 9 ക്യാമറ. പക്ഷേ അതിന്റെ വില, നമുക്ക് അതിന്റെ എല്ലാ സാധനവും, അതായത് അതിന് മൈക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ തന്നെ, എക്സ്ട്രാ ബാറ്ററി, ഇതൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു 50,000 ആകും. അതേസമയം ഇതിന് വരുന്നത് 30,000 ആണ്. അതായത് ക്യാമറക്ക് മാത്രം 20,000 രൂപയാണ് ഈ ക്യാമറക്ക് വരുന്നത്. ഈ ഒരു മാസം മുമ്പേ 20,000 ആയിരുന്നു, ഇപ്പോൾ 2,500 കുറഞ്ഞിട്ടുണ്ട്. ഒരു 17,000 18,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കിട്ടും. എനിക്ക് എന്തായാലും 2,500 രൂപ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എല്ലാ സെറ്റും കൂടിയും, അതായത് ഇതിന് എക്സ്ട്രാ 3 ബാറ്ററി, അത് ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ട്, ചാർജ് ചെയ്യാൻ ബാറ്ററി ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സാധനം. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതുപോലെ 3 ബാറ്ററി ഇതിൽ ചാർജ് ചെയ്യാം. ഇത് നമുക്ക് പിന്നെ പവർ ബാങ്കിൽ കുത്തിയിട്ട് ചാർജും ചെയ്യാം. അപ്പോൾ നമുക്ക് യാത്രാവേളയിൽ ബാഗിൽ വെച്ചിട്ട് എക്സ്ട്രാ വേണ്ടി വന്നു കഴിഞ്ഞാൽ, അതിന് മാത്രം ഒന്നും ഷൂട്ട് ചെയ്യാൻ ഒരു ദിവസം പറ്റില്ല കേട്ടോ, ഇത് വേറൊരു സത്യം. എന്നിരുന്നാലും ഇത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കണ്ട, എത്ര വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞാൻ കാണിച്ചു തന്നത് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബോയയുടെ MM1 മൈക്കാണ്. പിന്നെ ഇതിനൊരു കവർ വാങ്ങി കേട്ടോ. ഈ കവർ ഇല്ലെങ്കിൽ ഈ ബോയ മൈക്കും പിന്നെ ഇതിൻ്റെ ഒരു അഡാപ്റ്റർ ഉണ്ട്, അതിന് 2,000 രൂപയുണ്ട് ഒരു ചെറിയ പിന്നിന്. അതായത് മൈക്കും പിന്നെ ചാർജറും കുത്താൻ വേണ്ടിയിട്ട് ഒരു അഡാപ്റ്റർ വേണം. ആ അഡാപ്റ്ററിന് 1999 2,000 രൂപയാണ് അതിന് മുടക്കിയത്. എന്തായാലും ഞാൻ 30,000 രൂപ മുടക്കി എന്തായാലും ഈ ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഗോപ്രോയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായും 50,000 രൂപയിൽ വരും. അപ്പോൾ ഇതൊക്കെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങുവാനും നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ക്യാമറയാണ് വാങ്ങേണ്ടത് എന്ന കൺഫ്യൂഷനൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്രദം ആകുമെന്ന് തന്നെ കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടാണല്ലോ, ഒരു മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതും ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെയും സ്റ്റെബിലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരാൾ ഒരു വീഡിയോ കാണുമ്പോൾ അത് അവർക്ക് ഡിസ്റ്റർബ് ആകുന്ന വിധത്തിൽ ചെയ്യരുത്, അല്ലേ? അപ്പോൾ ഇപ്പോഴുള്ള മൊബൈലിലും സ്റ്റെബിലൈസേഷൻ ഉണ്ട്, പക്ഷെ എന്തായാലും ആക്ഷൻ ക്യാമറയുടെ അത്ര സ്റ്റെബിലൈസേഷൻ വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറയെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് ഇത് കൂടാതെ ഉള്ളത് സോണിയുടെ 6400 എന്ന് പറഞ്ഞ ക്യാമറയാണ്. അത് നല്ല ക്യാമറയാണ്, പക്ഷേ ഇതുപോലെ കയ്യിൽ വെച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയില്ല. ഞാൻ എൻ്റെ ശബരിമലയിൽ പോകുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പറ്റുമെങ്കിൽ അത് കാണുക. അപ്പോൾ അതിലൊരു ചെറിയ ജെർക്കിങ് ഉണ്ട്, ഡിസ്റ്റർബൻസ് എന്തായാലും ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ക്യാമറ നല്ലതാണ്. ബാക്കിയുള്ള എല്ലാ കാര്യത്തിന് വേണ്ടിയിട്ടും അതും ഒരു 4K ലെവലിൽ തന്നെയുള്ള ക്യാമറയാണ്. ഇതും 4K ആണ്, പക്ഷേ അതിൻ്റെ സെൻസറൊക്കെ വലുതാണ്. നമുക്കൊരു എന്താ പറയുക ഒരു ഷോർട്ട് ഫിലിം അടക്കം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്യാമറയാണ് സോണിയുടേത്. അപ്പോൾ അതും ആവശ്യം തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള വ്ളോഗിന് ഇതും ആവശ്യം തന്നെ. കാരണം എനിക്ക് 2 ചാനലുണ്ടല്ലോ, രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യം തന്നെ. പിന്നെ അത് എഡിറ്റ് ചെയ്യാനുള്ള ഇത്രയും വലിയൊരു സാധനം, അതായത് 4K റെസൊല്യൂഷനിലൊക്കെ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് എടുക്കണ്ടേ. അല്ലാണ്ട് ഷൂട്ട് ചെയ്ത പോലെ നമുക്ക് എന്തായാലും അത് ആർക്കും നൽകാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഈ 4K റെസൊല്യൂഷനിൽ ഒരു വീഡിയോയുടെ ഔട്ട് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പറ്റുന്ന ഒരു ലാപ്ടോപ്പ് കൂടി വേണം. അപ്പോൾ അത് എൻ്റെ അടുക്കുള്ളത് MSIയുടെ ലാപ്ടോപ്പാണ്. അതിനെക്കുറിച്ചിട്ടും ഞാൻ ഈ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ പറ്റുമെങ്കിൽ അത് കാണുക. അപ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
ഞാൻ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഈ ചാനൽ തുടങ്ങി എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്നും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന കാര്യം, അതായത് സബ്സ്ക്രൈബും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിലും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. വീണ്ടും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് വരാം, ഒരുപാട് യാത്രകളുമായിട്ട് വരാം, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അനുഭവങ്ങളുമായിട്ട് നിങ്ങൾക്ക് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇത് നിങ്ങളുടെ സ്വന്തം സുനീഷ് തമ്പാൻ സൈനിങ് ഓഫ്. ഇതുവരെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ അംഗമായില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാകൂ. തീർച്ചയായും ലൈക്ക് ആൻഡ് കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു.